നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. നടക്കാൻ പോകുന്ന വിവാഹകാര്യത്തെ കുറിച്ച് ഋതിക മാഡത്തിനോട് പറഞ്ഞ അതോടെ എല്ലാം തീരും. മാഡം കരയാൻ തുടങ്ങും. പിന്നെ മാഡം മാനസിക സംഘർഷത്തിലാവും. എക്സാമിന് പ്രിപ്പയർഡ് ആവില്ല. എന്താ ഒരു വഴി? രാജു, നമുക്ക് തേർഡ് ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാം. അല്ല മാഡം, എന്താ അമ്മാവൻ ഇങ്ങനെ പറയുന്നേ? ആ ദിവസം എന്താ പ്രശ്നം? അന്നേ ഋതികയുടെ ബർത്ത്ഡേയാ. അതിന് പറയാം. എന്താണോ? എന്താ പ്രശ്നം? എന്താ വർമ്മ സാറേ ഇത്? എന്തിനാ ഈ ടെൻഷൻ? അന്നല്ലേ പെൺകുട്ടിയുടെ പിറന്നാള്. അതാണ് പ്രശ്നം. അന്ന് അവളുടെ പിറന്നാൾ മാത്രമല്ല, ആ ദിവസം ഞാൻ ഏറ്റവും വെറുക്കുന്നത്. ശരി, നോക്കട്ടെ. ജനുവരി 16 ശേഷം മറ്റൊരു ദിവസം വിവാഹ നിശ്ചയത്തിന് പറ്റുന്നത് 4 മാസത്തിന് ശേഷമാ. വധൂവരന്മാർ ജനിച്ച മലയാള മാസത്തിൽ വിവാഹം പാടില്ല. കുംഭം, മീനം, മേടം, ഇടവം. ഇടവമാസം, അതായത് മെയ് 15 ശേഷമേ പിന്നൊരു നല്ല മുഹൂർത്തമുള്ളൂ. അപ്പോഴേക്കും അശ്വിന്റെ ലീവൊക്കെ കഴിയും. പ്രതാപ, തന്റെ മാനസിക ബുദ്ധിമുട്ടൊക്കെ എനിക്ക് മനസ്സിലാവും. പക്ഷേ താൻ ഞങ്ങളുടെ സാഹചര്യം കൂടെ ഒന്ന് മനസ്സിലാക്ക്. ഋതിയുടെ പിറന്നാൾ ദിവസം തന്നെ അവരുടെ നിശ്ചയം നടന്നാൽ അത് അവർക്ക് മറക്കാനാവാത്ത ഓർമ്മയാവില്ലേ? ആ ദിവസം നിശ്ചയം നടന്നില്ലെങ്കിൽ പിന്നെ അടുത്ത വർഷമേ നമുക്ക് കുട്ടികളുടെ വിവാഹം നടത്താനാവൂ. അതൊന്ന് ആലോചിച്ച് നോക്ക്. ശരി, എന്നാ അങ്ങനെ നടക്കട്ടെ. ഋതുമോള് ട്യൂഷന് പോയിരിക്കുകയാണെന്നല്ലേ പറഞ്ഞത്? മോളെ കണ്ടിട്ടേ ഞങ്ങൾ ഇറങ്ങുന്നുള്ളൂ. അതെ, താൻ മോളെ വിളിക്കും. എങ്കിൽ അടുത്ത് എഴുതിക്കോ. ഹലോ സാർ. രാജു, നീ അത്യാവശ്യമായിട്ട് ഋതികയും കൂട്ടി ഇവിടേക്ക് വരണം. ഇവിടെ ശ്രീകലയും പരമേശ്വരനും എത്തിയിട്ടുണ്ട്. ഋതികയുടെ നിശ്ചയത്തിന്റെ ദിവസം ഫിക്സ് ചെയ്തു. ഋതികയെ കണ്ടിട്ടേ ഇറങ്ങുള്ളൂ എന്നാണ് അവര് പറയുന്നത്. ശരി സാർ, ഞാൻ ഉടനെ വരാം. ഋതിക മാഡത്തിനോട് എന്ത് പറയും? നടക്കാൻ പോകുന്ന വിവാഹകാര്യത്തെ കുറിച്ച് ഋതിക മാഡത്തിനോട് പറഞ്ഞ അതോടെ എല്ലാം തീരും. മാഡം കരയാൻ തുടങ്ങും. പിന്നെ മാഡം മാനസിക സംഘർഷത്തിലാവും. എക്സാമിന് പ്രിപ്പയർഡ് ആവില്ല. എന്താ ഒരു വഴി? രാജു, നമുക്ക് തേർഡ് ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാം. അല്ല മാഡം, മാഡം വേണ്ട മാഡം, നമുക്ക് ഇന്നത്തേക്ക് ഇത് മതി. നമുക്ക് പോവാം. രാജു എന്തായി പറയുന്നേ? ഇന്ന് പുതിയതായിട്ട് ഒരു ചാപ്റ്റർ പോലും നമ്മൾ തുടങ്ങിയില്ല. ആ പെണ്ണ് വന്ന് എല്ലാം നശിപ്പിച്ചു. ഒരു ചാപ്റ്റർ എങ്കിലും മുഴുവനായിട്ട് തീർത്തിട്ടേ ഇന്ന് ഞാൻ വീട്ടിലേക്ക് പോകും. ഞാൻ എക്സാമിന് ജയിച്ചാലേ അച്ഛൻ എന്നെ മുന്നോട്ട് പഠിപ്പിക്കും. രാജുനറിയാലോ, എന്റെ കല്യാണം നടത്തണമെന്നുള്ള ചിന്ത അച്ഛന്റെ മനസ്സിൽ നിന്ന് പോണെങ്കിൽ ഞാൻ ഫുൾ മാർക്ക് മേടിച്ച് ഈ സപ്ലിമെന്ററി എക്സാം ജയിക്കണം. ഞാൻ മുഴുവൻ മാർക്ക് വാങ്ങിക്കുന്നത് കണ്ടിട്ട് അച്ഛൻ പറയണം, ആ ഋതിക മുന്നോട്ട് പഠിക്കട്ടെ. ഇനിയിപ്പോ കല്യാണ ആലോചനയൊന്നും വേണ്ടാന്ന്. ശരിക്കും കല്യാണം നടക്കാൻ പോകണമെന്ന് ഋതിക മാഡം അറിഞ്ഞ പാവം. എന്താ രാജു ആലോചിക്കുന്ന? ഏയ് ഒന്നുമില്ല മാഡം. വർമ്മ സാർ എന്നെ കോൾ ചെയ്തിരുന്നു. അത്യാവശ്യമായിട്ട്
സാറിന് എവിടെയോ പോണം, പെട്ടെന്ന് വീട്ടിലേക്ക് വരാൻ പറ്റുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു മാഡം ട്യൂഷനിലാണെന്നും മാഡത്തോട് ചോദിച്ചിട്ട് വരാമെന്നും. രാജു രാജു എന്ത് പണിയായി കാണിച്ചേ? അച്ഛൻ എന്തെങ്കിലും അത്യാവശ്യത്തിന് വിളിക്കുമ്പോ അതിലും വലുതാണോ ഈ ട്യൂഷൻ? അച്ഛൻ എന്തോർക്കും? വാ, ഇന്നത്തെ ട്യൂഷൻ മതി. വാ രാജു, നമുക്ക് വീട്ടിലേക്ക് പോവാം. രാജു എന്തെങ്ങനെ മേടിച്ചു നോക്കുന്നേ? അച്ഛൻ വിളിച്ചതല്ലേ, വൈകിട്ട് വീട്ടിലെത്താൻ നോക്കും. വാ. കേറുമട. ആ ഋതുമോള് വന്നല്ലോ. ആഹാ. മോളെ, ട്യൂഷനൊക്കെ എങ്ങനെ പോകുന്നു? നന്നായിട്ട് പോകുന്നുണ്ട് ആന്റി. മോൾക്ക് ടെൻഷനൊന്നും വേണ്ട. മോൾ എക്സാം പാസ്സാവും. മോക്ക് കുക്കിംഗ് ഒക്കെ അറിയാമോ? പിന്നെ ഋതുമോള് നന്നായി കുക്ക് ചെയ്യും അല്ലേ മോളെ? എങ്കിൽ ഋതിക മോളുടെ കൈകൊണ്ടുണ്ടാക്കിയ ഒരു ചായ കുടിച്ചു കളയാം അല്ലേ? അതെ അതെ. അങ്ങനെ ആ കാര്യത്തിനൊരു തീരുമാനമായി. എന്താ മോളെ മടിച്ചു നിൽക്കുന്നത്? കിച്ചണിലേക്ക് ചെന്ന് നല്ല 2 ചായ അങ്കിളിനും ആന്റിക്ക് ഉണ്ടാക്കിക്കൊണ്ടുവാ. ശരി അങ്കിൾ. യാമിനി, നീ ഇവിടെ നിക്ക്. ഇവിടെ ഇവരൊക്കെ ഇരിക്കുമല്ലേ? ഈശ്വര, ഋതിക മാഡത്തിന് ചായ ഉണ്ടാക്കാൻ അറിയില്ലല്ലോ. യാമിനി മാഡത്തിനെ അംബിക മാഡം തടഞ്ഞു. എങ്ങനെയെങ്കിലും ഋതിക മാഡത്തെ ഒന്ന് സഹായിക്കണം. ഹലോ ഹലോ ഹലോ, കേൾക്കുന്നില്ല? സർ, ഒരു മിനിറ്റ്. ഹലോ. ദൈവമേ, പണിയായല്ലോ. ആ ആന്റി എന്നോട് കാണിച്ച സ്നേഹം ഒറ്റ ദിവസം കൊണ്ട് എന്റെ ചായ കുടിച്ച ഇല്ലാതാവും. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.